ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ലഘൂകരിച്ച് ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ദൌത്യത്തിലാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ബയോ എഥനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ പ്രാദേശിക ഭാഷകളുടെ സംരക്ഷണവും പ്രോത്സാഹനവും സുപ്രധാനമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഹിന്ദി ദിനവും 5ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ കാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. റാബി കർഷകരുടെ ഉന്നമനം, ഉൽപാദന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ, സുസ്ഥിര കാർഷിക സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കൽ, ദേശീയ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കൽ എന്നിവ ദ്വിദിന സമ്മേളനം ചർച്ച ചെയ്യും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, വാഴൂർ സോമൻ എംഎൽഎ, മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അടുത്ത മാസം 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ, ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവയാണ് സഭയിൽ ആദ്യം പരിഗണനയ്ക്ക് വരുന്നത്. സംസ്ഥാനത്തെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സ്ഥാപിച്ച പച്ചത്തുരുത്തുകളിൽ മികച്ചവയെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് പൂർത്തിയായതായി ഹരിത കേരള മിഷൻ ഉപാധ്യക്ഷ TN സീമ അറിയിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗം ബാധിച്ച 17-കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടി കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളം പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ടതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടെത്തി അവ ഫലപ്രദമായി പരിഹരിക്കുന്നതിനായുള്ള തീവ്ര യജ്ഞ പരിപാടി ചൊവ്വാഴ്ച ആരംഭിക്കും. 45 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് പരിഷ്കരിച്ച ചരക്ക് സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര നടപടി. പുതുക്കിയ നിരക്ക് പ്രകാരം കണ്ണടകളുടെയും ലെൻസുകളുടെയും നികുതി 12ൽ നിന്ന് 5% കുറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ ശോഭായാത്രകൾ നടന്നു. ശ്രീകൃഷ്ണ വേഷം കെട്ടിയ 100 കണക്കിന് കുട്ടികളും നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും ശോഭായാത്രയിൽ അണിനിരന്നു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ലിവർപൂളിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ മീനാക്ഷി ഹൂഡയ്ക്ക് സ്വർണം. കസാഖിസ്ഥാൻ താരം നസീം കസായിബയെയാണ് മീനാക്ഷി തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 2ാം സ്വർണമാണ് ഇത്. വനിതാ ഹോക്കി ഏഷ്യാകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയോട് 1-4-ന് ഇന്ത്യ പരാജയപ്പെട്ടു. ചൈനയ്ക്ക് ഈ വിജയത്തോടെ ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായി നടക്കുന്ന 2026-ലെ FIH വനിതാ ഹോക്കി ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത ലഭിച്ചു. ദേശീയതലത്തിൽ മികവ് തെളിയിച്ച കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്ന എക്സലൻഷ്യ 2025 പരിപാടി നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. NAC, NIRF, KIRF നേട്ടങ്ങൾ കരസ്ഥമാക്കിയ 145 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നൽകി അനുമോദിക്കുന്നത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഗീത അവതരണവും വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച കലാകാരന്മാർക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു ഉദ്ഘാടനം ചെയ്തു. ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായുള്ള കായികക്ഷമതാ പരീക്ഷ ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ഇതോടെ ഈ മാസം 10-ന് ആരംഭിച്ച ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും ഫിസിക്കൽ, മെഡിക്കൽ ടെസ്റ്റുകൾ പൂർത്തിയായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിൽ എഴുത്തുപരീക്ഷ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ 3102 ഉദ്യോഗാർത്ഥികൾക്കായാണ് റാലി നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.